നമസ്കാരം. ഐസി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ക്രിട്ട സോഫ്റ്റ്വെയറിനെ പറ്റിയാണ്. നമ്മളെല്ലാവരും ക്രിട്ട എന്നുള്ള സോഫ്റ്റ്വെയറിനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. ക്രിട്ട ഒരു ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് റാസ്റ്റർ ഗ്രാഫിക്സ് എഡിറ്ററാണ് ആക്ച്വലി. ഇത് ആക്ച്വലി ഡിജിറ്റൽ പെയിൻറ്റിങ്ങും 2D അനിമേഷനും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇത് KDE എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയാണ് ഡെവലപ്പ് ചെയ്തതും മെയിൻറ്റെയിൻ ചെയ്തതും. ഇത് ആക്ച്വലി വന്നത് നമ്മൾ ഫോട്ടോഷോപ്പ് പോലത്തെ പ്രൊപ്രിയേറ്ററി പ്ലാറ്റ്ഫോമുകൾക്ക് ബദലായിട്ട് വന്നതാണെന്ത് ഈ ക്രിട്ട പോലത്തെ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. എന്ന് വെച്ചാൽ നിങ്ങൾ ഫോട്ടോഷോപ്പ് പോലത്തെ പെയ്ഡ് ആപ്ലിക്കേഷൻസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതല്ലെങ്കിൽ അതിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എവിടെ ചെയ്യാൻ കഴിയും? ക്രിട്ട പോലത്തെ സോഫ്റ്റ്വെയറിൽ ചെയ്യാൻ കഴിയും. ക്രിട്ടയെ പറ്റി പറയുമ്പോൾ നമ്മൾ ക്രിട്ട ആക്ച്വലി കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആണ്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻസ് ആവശ്യമില്ല, ഹിഡൻ കോസ്റ്റുകളൊന്നും ഉണ്ടായിരിക്കില്ല. പിന്നെ ഇത് ക്രോസ് പ്ലാറ്റ്ഫോമാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് മാക് മെഷീനാണ്. നിങ്ങൾക്ക് അതിൽ ക്രിട്ട ഇൻസ്റ്റാൾ ചെയ്യാം, നിങ്ങൾക്ക് ലിനക്സ് മെഷീനിൽ ഇൻസ്റ്റാൾ ചെയ്യാം, ഈവൻ നിങ്ങൾക്ക് വിൻഡോസ് മെഷീനിൽ നിങ്ങൾക്ക് ക്രിട്ട സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അത് ഡൗൺലോഡ് ചെയ്യുന്നത്, ഇൻസ്റ്റാൾ ചെയ്യുന്നത്. എല്ലാം സ്ട്രൈറ്റ് ഫോർവേഡ് ആണ്. യു ക്യാൻ ഗോ ടു ക്രിട്ട വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് അത് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ദെൻ ഇതിനകത്ത് ക്രിട്ടയുടെ സ്പെഷ്യാലിറ്റി പറയുമ്പോൾ ഇതൊരു പ്രൊഫഷണൽ ഗ്രേഡ് സോഫ്റ്റ്വെയർ ആണ് ആക്ച്വലി. അതിനകത്ത് പ്രൊഫഷണൽ ഗ്രേഡ് ടൂൾസ് ആൻഡ് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് പാക്ക് ചെയ്തിട്ടാണ് ക്രിട്ട ആക്ച്വലി വരുന്നത്. ദെൻ ക്രിട്ടയ്ക്ക് ഒരു ആക്റ്റീവ് കമ്മ്യൂണിറ്റി ഉണ്ട്, അത് റെഗുലർലി അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രിട്ട കമ്മ്യൂണിറ്റി നിങ്ങളുടെ ഹെൽപ്പിനുണ്ടായിരിക്കുമെന്നർത്ഥം. ദെൻ ക്രിട്ട ആക്ച്വലി ഉപയോഗിക്കുന്നത് ഡിജിറ്റൽ ആർട്ടിസ്റ്റ്, ഇല്ലുസ്ട്രേറ്റേഴ്സ്, അങ്ങനത്തെ ആളുകളാണ്. അതായത് നിങ്ങൾക്കൊരു കൺസെപ്റ്റ് ആർട്ട് ക്രിയേറ്റ് ചെയ്യണം, ക്യാരക്ടർ ഡിസൈൻ ചെയ്യണം, ഇല്ലുസ്ട്രേഷൻസ് ക്രിയേറ്റ് ചെയ്യണം, കോമിക് ആർട്ടുകൾ ക്രിയേറ്റ് ചെയ്യണം, 2D അനിമേഷൻ, ദാറ്റ് മീൻസ് ഫ്രെയിം ബൈ ഫ്രെയിം അനിമേഷൻസ് ക്രിയേറ്റ് ചെയ്യണം. ദെൻ ഇപ്പോൾ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ടറി അല്ലെങ്കിൽ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് കാറ്റഗറിയിലുള്ള ഒരു ഇത്തരത്തിലൊരു റാസ്റ്റർ ഗ്രാഫിക്സ് എഡിറ്റർ നമ്മൾ പഠിപ്പിക്കുന്ന പോലെ കുട്ടികളെ പഠിപ്പിക്കാം. ഇതിലേക്ക് നമ്മളുടെ ഈ ഡിസൈനിങ്ങിലേക്ക് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ. ദെൻ സ്റ്റുഡൻസിന് എഡ്യൂക്കേഷൻ പർപ്പസിലും പ്രാക്ടീസിനും വേണ്ടി നമുക്ക് ക്രിട്ട പഠിപ്പിക്കാം. ദെൻ ഒബ്വിയസ്ലി ഗെയിം ഡെവലപ്പേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഗെയിം എൻജിൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഗെയിം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഗ്രാഫിക്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ക്രിട്ട ഉപയോഗിക്കുന്നുണ്ട്. ക്രിട്ടയുടെ കോർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇതിനകത്ത് ഓവർ 100 പ്രീ ഇൻസ്റ്റാൾ ബ്രഷസ് ഉണ്ടായിരിക്കും, ഹൈലി കസ്റ്റമൈസ്ഡ് ബ്രഷ് സെറ്റിങ്സ് ഉണ്ട്, ദെൻ റിയലിസ്റ്റിക് ആയിട്ടുള്ള ടെക്സ്ചർ, ബ്ലെൻഡിങ് കാപ്പബിലിറ്റീസ് ആൻഡ് പ്രഷർ സെൻസിറ്റിവിറ്റി. ഇപ്പോൾ നമ്മളൊരു സെൻസിറ്റിവിറ്റി ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മളൊരു ഗ്രാഫിക് ടാബ്ലറ്റ് ഉപയോഗിച്ചിട്ടാണ് ഡ്രോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എത്രത്തോളം പ്രഷർ ആ ഗ്രാഫിക് ടാബ്ലറ്റിൻ്റെ സ്ക്രീനിൽ കൊടുക്കുന്നു അതനുസരിച്ചായിരിക്കും നമ്മളെ ബ്രഷിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം ഒരു ഹൈ എൻഡ് പെയ്ഡ് സോഫ്റ്റ്വെയറിൽ കിട്ടുന്ന എല്ലാ കാപ്പബിലിറ്റീസോടും കൂടിയാണ് ആക്ച്വലി വരുന്നത്? ക്രിട്ട എന്നുള്ള ഓപ്പൺ സോഴ്സ് ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ വരുന്നത്. ദെൻ യൂസർ ഇൻ്റർഫേസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഹൈലി കസ്റ്റമൈസബിൾ ആണ്. അതായത് നിങ്ങൾക്ക് പലതരത്തിലുള്ള ലേ ഔട്ടുകളുണ്ട്. ഐ വിൽ ഷോ യു, ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ള കാര്യം. ദെൻ ഡിഫറെൻറ്റ് പാനൽസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം ആ പാനൽസ് എവിടെ കാണണം, ഏതൊക്കെ കാണണം, എവിടെ പ്ലേസ് ചെയ്യണം, അങ്ങനത്തെ കാര്യമൊക്കെ. ദെൻ മൾട്ടിപ്പിൾ ക്യാൻവാസ് വ്യൂ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്കൊരു പ്രിവ്യൂ വിൻഡോ കാണാം, അതല്ലെങ്കിൽ ഫുൾ സ്ക്രീൻ ക്യാൻവാസ് വിൻഡോ എന്ന് കാണാം. ക്യാൻവാസ് എന്താണെന്ന് നമ്മൾ പറയും. ദെൻ ഡാർക്ക് തീം, ലൈറ്റ് തീം ഓപ്ഷൻസ് അവൈലബിൾ ആണ്, അനിമേഷൻ ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്, ടൈം ലൈൻ ബേസ്ഡ് അനിമേഷൻസ് ആണ്. ദെൻ ഒരു പവർഫുൾ ആയിട്ടുള്ള ലെയർ സിസ്റ്റം ഉണ്ടായിരിക്കും. ആൻഡ് ഒബ്വിയസ്ലി ഇത്തരത്തിലുള്ള എല്ലാ സോഫ്റ്റ്വെയറിലും ലെയർ ബേസ്ഡ്, ഈവൻ നമ്മൾ ക്യാൻവ പോലത്തെ സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നതും അത് ലെയർ ബേസ്ഡ് ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ ഇവിടെയും എന്തുണ്ട്, ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ലെയർ ബേസ്ഡ് സിസ്റ്റം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇൻ എ നട്ട്ഷെൽ ക്രിട്ട ഒരു പവർഫുൾ ആയിട്ടുള്ള ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. എന്തിനു വേണ്ടിയുള്ള? റാസ്റ്റർ ഗ്രാഫിക്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. 2 തരത്തിലുള്ള ഗ്രാഫിക്സ് ഉണ്ട്, വെക്ടർ ഗ്രാഫിക്സും ഉണ്ട്, റാസ്റ്റർ ഗ്രാഫിക്സും ഉണ്ട്. സോ റാസ്റ്റർ ഗ്രാഫിക്സ് എഡിറ്ററാണ് ആക്ച്വലി ക്രിട്ട. ഇറ്റ് ഈസ് പ്രൈമർലി ഇറ്റ് ഈസ് മെൻ ഫോർ ഡിജിറ്റൽ പെയിൻറ്റിങ് ആൻഡ് 2D അനിമേഷന് വേണ്ടിയുള്ളതാണ്. ആൻഡ് ഇത് നമുക്ക് പവർഫുൾ ആയിട്ട് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൊപ്രിയേറ്ററി സോഫ്റ്റ്വെയർസ് ആയിട്ടുള്ള ഫോട്ടോഷോപ്പ്, അതല്ലെങ്കിൽ അത്തരം കോറൽ ഡ്രോ, അങ്ങനത്തെ സോഫ്റ്റ്വെയർ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഫ്രീയും അതിനോട് കിടപിടിക്കുന്ന പവർഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ള ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ പറയുന്ന ക്രിട്ട എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ക്രിട്ട കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അതല്ലെങ്കിൽ അതിൻ്റെ ഡിഫറെൻറ്റ് ഫീച്ചേഴ്സിലൂടെ ആയിരിക്കും പോകുന്നത്. ആദ്യത്തെ 1-2 വീഡിയോസ് നമ്മൾ ഈ ക്രിട്ട എന്നുള്ള ഇൻ്റർഫേസ് ആയിരിക്കും നമ്മൾ പരിചയപ്പെടുന്നത്. പിന്നീടായിരിക്കും നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യുന്നത്,
അതുപയോഗിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ബേസിക് ഇൻട്രൊഡക്ഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്താണ് ക്രിട്ട എന്നുള്ള സോഫ്റ്റ്വെയർ, അതിൻ്റെ കാപ്പബിലിറ്റീസ് എന്താണ്, എന്തിനാണ് അത് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇത്ര നേരം നമ്മൾ പറഞ്ഞത്. സോ ഇനിയുള്ള വീഡിയോകളിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ക്രിട്ട ഉപയോഗിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒബ്വിയസ്ലി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം, നിങ്ങൾ സംശയങ്ങൾ ചോദിക്കാം. ഓക്കെ, സോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഐ വിൽ കം അപ്പ് വിത്ത് എ ന്യൂ വീഡിയോ. ക്രിട്ട എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മളുടെ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ.